അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഈദിനെ കുറിച്ചാണ്. ഈദ്, പെരുന്നാൾ അല്ലേ? പെരുന്നാൾ രണ്ട് പെരുന്നാൾ നമുക്കുണ്ട്. പ്രധാനപ്പെട്ട ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അപ്പോൾ ഈ ഒരു പാഠം ഈദിനെ കുറിച്ചാണ് കൂടുതലായും പറയുന്നത്. വേറെയും വിഷയങ്ങളൊക്കെ, ആഘോഷങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ പറയും. അപ്പോൾ ഈദ് എന്നുള്ളത് വ്യത്യസ്ത മതങ്ങൾ ഉണ്ടെങ്കിലും ഈദാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത്. മാത്രമല്ല, ഈദ് ആഘോഷം എന്ന് പറയുന്നത് ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ആഘോഷമാണ്. പിന്നെ ഈദിനെ പോലെ തന്നെ ഹോളി, ദസറ, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെയും ഒരുപാട് വ്യത്യസ്ത മതക്കാർക്ക് ആഘോഷങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈദ് എന്നുള്ള മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. റമളാൻ 30 പൂർത്തിയായാൽ ആഘോഷിക്കപ്പെടുന്ന ഒരു പെരുന്നാൾ അല്ലേ? അതൊക്കെയാണ് പറയാൻ പോകുന്നത്. ഹിന്ദുസ്ഥാൻ മേ മുഖ്തലിഫ് മദ്ഹബോं के माने वाले रहते हैं. ഹിന്ദുസ്ഥാൻ മേ, നമ്മുടെ ഈ ഇന്ത്യയിൽ, മുഖ്തലിഫ് മദ്ഹബോं के വ്യത്യസ്തങ്ങളായ മതങ്ങളെ, മാനെ വാലെ അംഗീകരിക്കുന്നവർ, രഹ്തേ ഹൈ ജീവിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ വ്യത്യസ്ത മതങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു. മനസ്സിലായോ? അങ്ങനത്തെ ആളുകളുണ്ട്. ഉൻ സബ്കെ അപ്പിനെ അപ്പിനെ തെഹ്വാർ ഹൈ. അവർക്കെല്ലാവർക്കും വ്യത്യസ്ത മതങ്ങൾ ഉണ്ട്, വ്യത്യസ്ത മതത്തിൻ്റെ അനുയായികളുണ്ട്. അവർക്കൊക്കെ വ്യത്യസ്ത ഉത്സവങ്ങൾ, ആഘോഷങ്ങളുണ്ട് അല്ലേ? അവർക്കൊക്കെ അവരുടേതായ ആഘോഷങ്ങളുണ്ട്. ഉൻ സബ്കെ അപ്പിനെ അപ്പിനെ തെഹ്വാർ, ഓരോരുത്തർക്കും അവൻ്റേതായ ആഘോഷങ്ങളുണ്ട്. ഉന്മേ, അവയിൽ, കുച്ച് ഐസെ തെഹ്വാർ ബി ഹൈ, ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ആഘോഷവും ഉണ്ട്. അവയിൽ ഇങ്ങനെയുള്ള ആഘോഷവും ഉണ്ട്. തെഹ്വാർ എന്ന് പറഞ്ഞാൽ ആഘോഷം കേട്ടോ. മാന്യവാല പറഞ്ഞാൽ അംഗീകരിക്കുന്ന. പിന്നെ അപ്പോൾ അവയുടെ കൂട്ടത്തിൽ ഐസേ തെഹ്വാർ ബി ഹൈ, ഇത്തരത്തിലുള്ള ആഘോഷവും ഉണ്ട്. ജോ പൂരെ ഹിന്ദുസ്ഥാൻ മേ മനായ ജാത്ത ഹൈ, ഇന്ത്യയിൽ മുഴുവനായിട്ടും ആഘോഷിക്കപ്പെടുന്ന, ഇന്ത്യ മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ആഘോഷിക്കപ്പെടുന്ന ആഘോഷങ്ങളും അക്കൂട്ടത്തിലുണ്ട്. ഐസേ തെഹ്വാറോമേ, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ ഈദുണ്ട്, ഹോളിയുണ്ട്, ദസറയുണ്ട്, ദീപാവലിയുണ്ട്, ക്രിസ്മസ് ഉണ്ട്. ഇതൊക്കെ ബഹുത് മഷ്ഹൂർ ഹൈ, ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ്, ഫേമസ് ആണ്. എന്നാ കേട്ടോളൂ, ഈദ് മുസൽമാനോ കാ സബ്സെ ബഡാ തെഹ്വാർ ഹൈ. പെരുന്നാൾ എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. ഈദ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. യേ റംസാൻ കാ മഹീന പൂരാ ഹോനെ പർ മനായാ ജാത്താ ഹൈ. ഇത് ആഘോഷിക്കപ്പെടലെപ്പോഴാ? ഈ ഈദ് എന്ന് പറയുന്നത് റംസാൻ കാ മഹീന, റമളാൻ മാസം, റമളാൻ്റെ മാസമല്ലേ? നോമ്പ് വെച്ചിട്ട് 30 നോമ്പ് വെക്കൂലേ? പൂരാ ഹോനെ പർ, പൂർത്തിയാകുന്ന സമയത്ത്, മനായ ജാതാ ഹേ, ആഘോഷിക്കപ്പെടുന്നു. അപ്പൊ റമളാൻ മാസം പൂർണ്ണമാകുന്ന സമയത്താണ് ഇത് ആഘോഷിക്കപ്പെടാറുള്ളത്. മനസ്സിലായല്ലോ? ഈദ് കി സുബഹ് നമാസ് अदा करने से पहले एक मुकर्रर रकम जिसे फितरा कहते हैं गरीबों में तकसीम की जाती है ताकि वह भी ईद की खुशियाँ मना सके. उसी वजह से उस ईद को ईद उल फितर भी कहते हैं. എന്താ പറഞ്ഞത്? നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുക്കൂലേ പാവപ്പെട്ട ആളുകൾക്ക് അല്ലേ? അപ്പോൾ അതാണ് ഈ പറഞ്ഞത് കേട്ടോ. ഈദ് കി സുബഹ് നമാസ് സേ, ഈദ് കി സുബഹ് നമാസ് അദാ കർണേ സേ പഹലെ, ഈദിൻ്റെ പെരുന്നാൾ ദിവസത്തിലെ സുബഹി നിസ്കാരം, അദാ കർണേ സേ പഹലെ, സുബഹി നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ്, പെരുന്നാളിൻ്റെ സുബഹി നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ്, ഏക്ക് മുക്കറക്കും, ഒരു പ്രത്യേകമായ കണക്കിന്, ജിസെ ഫിത്ര കാത്ത്, അതിനെന്താ പറയുക? ഫിത്ര സക്കാത്ത് എന്ന് പറയും അല്ലേ?
അത് ആർക്ക് കൊടുക്കും? ഗരീബോമേ പാവപ്പെട്ട ആളുകളിൽ തക്സീം കി ജാതി ഹൈ, പാവപ്പെട്ട ആളുകളിൽ തക്സീം കി ജാതി ഹൈ, വിഹിതം വെക്കപ്പെടുന്നു, ഓഹരി വെക്കപ്പെടുന്നു. താക്കെ അങ്ങനെ, വോബി അവരും, വോബി അവരും, ഈദ് കി ഖുഷിയ മനാസക്കെ ഈദിൻ്റെ സന്തോഷങ്ങൾ ആഘോഷിക്കപ്പെടാൻ, ഈദിൻ്റെ സന്തോഷത്തിൽ അലിഞ്ഞു ചേരാൻ അവർക്കും കഴിയും, ഈദാഘോഷത്തിൽ പങ്കാളിയാവാൻ അവർക്കും കഴിയും ഈ പൈസ എന്തൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ എല്ലാവരും സന്തോഷിക്കണം. അതുകൊണ്ടാണ് ഈദുൽ ഫിത്തറിന് അതും കൂടി കൊടുക്കുന്നത് പാവപ്പെട്ട ആളുകൾക്ക്. അവരും എന്ത് ചെയ്യട്ടെ, നല്ല ഭക്ഷണം ഉണ്ടാക്കട്ടെ, കഴിക്കട്ടെ, ഡ്രസ്സ് എടുക്കട്ടെ, അല്ലേ? ഉസി വജഹസെ ഉസ് ഈദ് കോ ഈദുൽ ഫിത്തർ ബി കഹത്തെ ഹൈ, ഇക്കാരണത്താൽ തന്നെ ഈ ഈദിന് ഈദുൽ ഫിത്തർ എന്നും പേരുണ്ട്. ഫിത്തർ സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ടേ, ഉസി വജഹസറിന പാവപ്പെട്ട ആളുകൾക്ക് ഫിത്തർ സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് ഈ പെരുന്നാൾ എന്നുള്ളതിന് എന്താ പറയുക, ഈദുൽ ഫിത്തർ എന്നും പറയാറുണ്ട്. ഈദുൽ ഫിത്തർ ബി കഹത്തെ ഹൈ. മനസ്സിലായില്ലേ? നന്നായി ശ്രദ്ധിച്ച് പഠിക്കട്ടോ.